നമസ്കാരം. കേടെറ്റ് ഡിസംബർ 2025 പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ പരീക്ഷാഭവൻ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പരീക്ഷ കഴിഞ്ഞ് മാർക്ക് കണക്കുകൂട്ടി ഫലം കാത്തിരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ആൻസർ കീ വലിയ ആശങ്കയാണുണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഗണിതശാസ്ത്രം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും നിരവധി തെറ്റായ ഉത്തരങ്ങൾ വന്നതായി വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. പലർക്കും 1-2 മാർക്കിന് യോഗ്യത നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ആൻസർ കീയിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഈ തെറ്റുകൾ എങ്ങനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം, പരീക്ഷാഭവൻ നൽകിയിട്ടുള്ള ഔദ്യോഗിക ഫോമിൽ എങ്ങനെ പരാതി നൽകണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ കാറ്റഗറി 1 ആൻസർ കീയിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ അവ്യക്തതകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും തെറ്റായ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. നിങ്ങൾ കൃത്യമായ സ്റ്റെപ്പുകൾ വഴി കണ്ടെത്തിയ ഉത്തരത്തിന് പകരം മറ്റൊരു ഓപ്ഷൻ കീയിൽ വന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മാർക്കിനെയും ബാധിച്ചിട്ടുണ്ടാകാം. ഗണിതത്തിനു പുറമെ സൈക്കോളജിയിലെ പെഡഗോജി ചോദ്യങ്ങളിലും മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷാ വിഷയങ്ങളിലും ഉത്തരങ്ങൾ മാറി വന്നതായി പരാതിയുണ്ട്. ഇത്തരം തെറ്റുകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ സഹിതം പരാതി നൽകുക എന്നത് ഓരോ ഉദ്യോഗാർത്ഥിയുടെയും അവകാശമാണ്. ഗ്രൂപ്പായി പരാതി നൽകുമ്പോൾ പരീക്ഷാഭവൻ അത് കൂടുതൽ ഗൗരവമായി പരിഗണിക്കും. പരാതി നൽകുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ഇതിന്റെ ഫോർമാറ്റാണ്. പരീക്ഷാഭവൻ ഇതിനായി ഒരു പ്രത്യേക ഫോർമാറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഈ ഫോം വഴി മാത്രമേ പരാതികൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനായി ketet.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ കംപ്ലയിന്റ് ഫോം എന്ന ലിങ്ക് ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വേണം പൂരിപ്പിക്കാൻ. കൈപ്പടയിൽ തയ്യാറാക്കിയ പരാതികൾക്ക് പകരം ഈ ഔദ്യോഗിക ഫോം തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഫോം എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം എന്ന് നോക്കാം. ഓരോ കോളവും വളരെ ശ്രദ്ധയോടെ വേണം പൂർത്തിയാക്കാൻ. ആദ്യമായി നെയിം ഓഫ് കാറ്റഗറി എന്ന കോളത്തിൽ നിങ്ങളുടെ കാറ്റഗറി കൃത്യമായി രേഖപ്പെടുത്തുക. തുടർന്ന് പാർട്ട് ആൻഡ് സബ്ജക്റ്റ് എന്ന കോളത്തിൽ ഏത് വിഷയത്തെക്കുറിച്ചാണോ പരാതി അതിന്റെ പാർട്ടും വിഷയവും എഴുതുക. ഉദാഹരണത്തിന് പാർട്ട് 5 മാത്തമാറ്റിക്സ് എന്ന് നൽകാം. അടുത്തതായി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രേഖപ്പെടുത്തുക. അതിനുശേഷം സെറ്റ് കോഡ്, അതായത് എ, ബി, സി അല്ലെങ്കിൽ ഡി, ഇതിൽ ഏതാണെന്ന് കൃത്യമായി എഴുതുക. തുടർന്നുള്ള ടേബിളിൽ പരാതിയുള്ള ചോദ്യത്തിന്റെ നമ്പരും ചോദ്യവും ചുരുക്കത്തിൽ നൽകണം. ഓപ്ഷൻ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ കീ എന്ന കോളത്തിൽ പരീക്ഷാഭവൻ നൽകിയിട്ടുള്ള ഉത്തരമെഴുതുക. കംപ്ലയിന്റ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന കോളത്തിൽ നിങ്ങൾ ശരിയെന്ന് കരുതുന്ന ഉത്തരവും അത് ശരിയാകാനുള്ള കാരണവും ചുരുക്കത്തിൽ രേഖപ്പെടുത്തുക. റിമാർക്സായി എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം ശരിയാകുന്നത് എന്നതിനെക്കുറിച്ച് ലഘുവായ ഒരു വിശദീകരണം ഇവിടെ നൽകാവുന്നതാണ്. ഫോമിന് താഴെയായി നിങ്ങളുടെ പേര്, പരീക്ഷാ രജിസ്റ്റർ നമ്പർ, വിലാസം എന്നിവ ഹാൾ ടിക്കറ്റിലുള്ളതുപോലെ തന്നെ എഴുതുകയും നിശ്ചിത സ്ഥാനത്ത് ഒപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ പരാതി അംഗീകരിക്കപ്പെടണമെങ്കിൽ കൃത്യമായ തെളിവുകൾ അഥവാ എവിഡൻസ് ഹാജരാക്കണം. വെറുതെ പരാതി നൽകിയാൽ അത് നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഗണിതത്തിലെ തെറ്റുകൾക്ക് ആ ചോദ്യം സോൾവ് ചെയ്ത രീതി ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി കൂടെ വയ്ക്കുക. മറ്റു വിഷയങ്ങളിലെ ഉത്തരങ്ങൾക്ക് SCERT അല്ലെങ്കിൽ DLED പാഠപുസ്തകങ്ങളുടെ പകർപ്പുകൾ തെളിവായി നൽകുന്നതാണ് ഏറ്റവും ഉചിതം. പുസ്തകത്തിന്റെ പേര്, എഡിഷൻ, പേജ് നമ്പർ എന്നിവ പരാമർശിക്കാൻ മറക്കരുത്. പൂരിപ്പിച്ച അപേക്ഷയും ആവശ്യമായ തെളിവുകളും നേരിട്ടോ സ്പീഡ് പോസ്റ്റ് വഴിയോ പരീക്ഷാഭവനിലേക്ക് അയക്കാം. അയക്കേണ്ട വിലാസം ശ്രദ്ധിക്കുക. പരീക്ഷാ കമ്മീഷണർ, പരീക്ഷാഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 695012 എന്നതാണ്. ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അവസാന തീയതിക്ക് മുൻപായി, അതായത് 2026 മാർച്ച് 18 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായി തന്നെ പരാതികൾ അവിടെ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വൈകി ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കേടെറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. തെറ്റായ ഉത്തരങ്ങൾക്കെതിരെ നമുക്കൊരുമിച്ച് പ്രതികരിക്കാം. കേടെറ്റ് സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.